ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം നിനക്ക് ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് തോരൻ. ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ആയിരിക്കും. ഒന്നിൽ ഫിഷ് ഫ്രൈ, മറ്റൊന്നിൽ തോരൻ. എനിക്ക് ബുർജി ഉണ്ടാക്കാൻ പോവാണ്, പനീർ ബുർജി. സോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നെക്സ്റ്റ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഗംഗ എല്ലാം പൊളിഞ്ഞല്ലോ. ഗംഗ അറിയാലോ. ആ ഗംഗയല്ല, അതായത് നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഗ്ലാമി ഗംഗ എന്നറിയപ്പെടുന്ന ഗംഗയുടെ ചുറ്റിപ്പറ്റിയാണ് കണ്ടന്റുകൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് റീസെന്റ് ആയിട്ട് ഗംഗയുടെ കല്യാണം കഴിഞ്ഞു. തന്റെ സുഹൃത്തു കൂടിയായ ഒരാളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് ശേഷം പയ്യന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഉണ്ടായ കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന ഫസ്റ്റ് നൈറ്റിൽ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് വിരിച്ചില്ല എന്ന് തുടങ്ങിയുള്ള ഈ പറഞ്ഞ അങ്ങനെയുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊരു ലാസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കേട്ട് ഗംഗയെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതുവരെ കണ്ട പയ്യനല്ല ഇന്നലത്തെ വീഡിയോയിൽ ആ പയ്യൻ. ആ പയ്യന്റെ പേര് അപ്പുവോ അങ്ങനെ എന്തോ ആണ്. ആ പയ്യനല്ല, ആ പയ്യൻ എന്തോ ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എന്തോ ഒരു മാറ്റം ഒക്കെ കാണുന്നത്. ഇതെല്ലാം ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ രാവിലെ അഴിച്ചുള്ള ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളും, രാവിലെ 5 മണിക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഷൂട്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഗംഗ അതിന് പ്രധാനപ്പെട്ട് പറഞ്ഞ ഒരു കേസുണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. ഗംഗ, നിനക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് എനിക്ക് ആ ശീലമില്ല, എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആലോചിച്ചു, ഗംഗയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല. ഗംഗയുടെ പഴയകാല വീഡിയോകൾ കാണുമ്പോൾ പണ്ടേ എനിക്കറിയാം, വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വളരെ വളരെ കഷ്ടപ്പെട്ട് വീട് പോലും ഇല്ലാതെ തൻ്റെ സ്വയപ്രയത്നം കൊണ്ട് അതായത് 4 കൊല്ലം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 27-28 വയസ്സായിട്ടുണ്ട് ഗംഗയ്ക്ക്. അപ്പോൾ ഒരു 4 കൊല്ലം കൊണ്ടാണ് കുറച്ച് സാമ്പത്തികം ഒരു പുതിയ വീട് വെക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുവരെ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കിടന്ന് ഗംഗയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ സ്ട്രൈക്ക് ചെയ്തു. ഇത് കള്ളമല്ലേ ഈ പറയുന്നത് എന്നുള്ളതാണ്. കള്ളമാണോ എന്ന് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഗംഗയ്ക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കാനും അറിയാം. ഈ പറയുന്ന നാടൻ കറികൾ മാത്രമല്ല, ചൈനീസ് കാര്യങ്ങൾ വരെ ഗംഗയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം. അതിന്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മളിവിടെ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യം ഗംഗ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, ഇന്നലെ ആ വീഡിയോയിൽ ഗംഗ പറഞ്ഞത് എന്താണ് അതൊന്ന് കേൾക്കാം. മുട്ടക്കറിയും മരിച്ചീനി അവിച്ചതും കിഴങ്ങ് അവിച്ചതും പിന്നെ മീൻ പൊരിച്ചത്, ചൂരമീൻ്റെ കറി. ആക്ച്വലി ചേച്ചി ഉണ്ട് ഇവിടെ. ചേച്ചി രാവിലെ ചേച്ചിയെല്ലാം വെച്ചിട്ട് പോയി. അപ്പം നിനക്ക് ഗംഗ ഒന്നും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്കങ്ങനെ ഒരു ശീലമൊന്നും വന്നിട്ടില്ല രാവിലെ എണീറ്റ് അങ്ങനെ ചെയ്യണേന്നും. മേ ബി വരുമായിരിക്കും, ഹെൽപ്പ് ചെയ്യും, വരുന്നില്ല, കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം എനിക്ക് ശീലമില്ല. എനിക്കങ്ങനെ രാവിലെ എല്ലാം എനിക്ക് വെക്കാൻ അറിഞ്ഞൂടാ. എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ചേച്ചി ഓൾറെഡി അമ്മയ്ക്ക് കാലമായതുകൊണ്ട് ചേച്ചിയാണ് എല്ലാം ചെയ്തിട്ട് പോണത്. അപ്പം ഇന്നലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇപ്പൊ ഒരുവിധം ഗുളിക കഴിച്ചപ്പം വേദന കുറവുണ്ട്. അപ്പം ഓക്കെ, ഇതാണ് ഗംഗ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ ഒരു സാധനം. ഇന്നലെ ഞാൻ തോന്നുന്നു, അതായത് രാവിലെ ഉറക്കഴിച്ച് സ്വന്തം ചേച്ചി, അത് എനിക്കൊന്ന് ഭർത്താവിന്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു. എല്ലാം പുള്ളിക്കാരിക്ക് എന്തോ ഒരു പണിയുണ്ട്, ജോലിയുണ്ട്. അതിനു മുമ്പേ എല്ലാ കാര്യങ്ങളും കുറെ പിന്നെ വിഭവങ്ങൾ പറയുന്നു, അതൊക്കെ വെച്ച് പോയി. ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഗംഗയ്ക്ക് ഇതൊന്നും വെക്കാൻ അറിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് എനിക്ക് വെക്കാൻ അറിയില്ല, എനിക്കിതൊന്നും ഒരു ശീലമില്ല എന്നാണ് ഗംഗ പറയുന്നത്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ, എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഗംഗ പറയുന്നത്. അതുമല്ല, ഞാൻ ഇനി ശീലിച്ചിട്ട് സഹായിക്കുമായിരിക്കാം, അത് ഇപ്പോഴൊന്നും അല്ല, എപ്പോഴെങ്കിലും സഹായിക്കും എന്നുള്ള രീതിയിൽ വളരെ ലാഭത്തോട് ഞാൻ എന്തോ ഈ പറയുന്ന സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ച പിള്ളേർ പറയുന്ന ഒരു രീതിയിലാണ് ഈ പറയുന്ന ഗംഗ പറഞ്ഞു. ഗംഗ പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ഇത് കള്ളമാണ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ മടിയാണ്, ചെയ്യാനുള്ള മടിയാണ് എന്നുള്ളതാണ്. ഇനി ഗംഗയ്ക്ക് ചെയ്യാൻ അറിയില്ലേ, കുട്ടിക്ക് ഒന്നും അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഗ തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് വീഡിയോ ഒരു ലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു പൊതിച്ചോറ് ചെയ്യുന്നത്, ചൈനീസ് വിഭവങ്ങൾ ചെയ്യുന്നത് ഉൾപ്പെടെ ഇതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വീഡിയോകൾ കാണാം. ഇനി ഗംഗയ്ക്ക് യഥാർത്ഥത്തിൽ കുക്കിങ്ങിന് അറിയില്ലേ, നോക്കാം. ചടവഞ്ഞ് കോവയ്ക്ക് വിഴുക്കൊക്കെ പുരട്ടി വെച്ച് നേരത്തെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊതിച്ചോറിന്റെ റെസിപ്പീസ് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. കോവയ്ക്ക് മെഴുക്ക്, ചമ്മന്തി, ബീട്രൂട്ട് തോരൻ, ഫിഷ് ഫ്രൈ, ഓംലേറ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി അമ്മ കോവയ്ക്ക് മെഴുക്ക് വരട്ടിയെന്ന് എനിക്ക് അരിഞ്ഞത് മാത്രം അറിഞ്ഞ് ചടപടേ എന്നൊക്കെ പറഞ്ഞ് മെഴുക്ക് വരട്ടി. ഇനി ആദ്യം ഫിഷ് ഫ്രൈ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് തോരൻ. ചിലപ്പോൾ മൾട്ടി ടാസ്കിങ് ആയിരിക്കും, ഒന്നിൽ ഫിഷ് ഫ്രൈ, മറ്റൊന്നിൽ തോരൻ. എനിക്കറിയില്ല, എൻ്റെ കഴിവ് കാരണം ഇതൊക്കെ നടക്കുമെന്നാണ് ഇവിടെ. അപ്പം മീനു നല്ല അസൽ കുക്കാണ്. മീനു അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. മീനുവാണ് എനിക്ക് ആദ്യമായിട്ട് മസാല ദോശ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. പിന്നെ മീനു മറ്റേ
ചോപ്സി, അങ്ങനെ മറ്റേ കൊറിയൻ. കാരണം മീനുന്റെ അനിയത്തി വാവ അവൾ ഭയങ്കര കൊറിയൻ ഫുഡ് ഫാനാണ്. അപ്പൊ അവൾക്ക് ഉണ്ടാക്കി കൊടുക്കൊണ്ട് എപ്പോഴും ഒക്കെ കൊറിയൻ ഫുഡുകളോടാണ് താല്പര്യം ഉണ്ടാകാൻ. ഇനി നമുക്ക് നാടൻ ഫുഡ് കൊടുത്ത് അവളെ ഞെട്ടിക്കാൻ ഗൈസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ, കം ഓൺ. അപ്പൊ മീനു തന്നെ ഫ്രണ്ടാണെന്ന് മനസ്സിലായി. മീനു പണ്ട് എനിക്ക് ആദ്യമായിട്ട് എന്താണ് മസാല ദോശ ഉണ്ടാക്കി തരാൻ പഠിപ്പിച്ചത്. അപ്പൊ മസാല ദോശ ഉണ്ടാക്കാൻ അറിയാം മോൾക്ക് അല്ലേ? ഓക്കെ. അപ്പൊ അവൾക്കൊരു പൊതിച്ചോറ് വെച്ച് കൊടുക്കണം എന്നുള്ളതാണ്. പൊതിച്ചോറ് വെക്കുന്ന മീൻകറിയുണ്ട്, ഒരുപാട് ഐറ്റംസ് പറഞ്ഞല്ലോ. അതിൽ 2 വിഴുക്കുവരട്ടി എന്തോ അമ്മ ചെയ്തു. ബാക്കിയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന ഗംഗയാണ്. ഗംഗ രാവിലെ അയച്ച് ചെയ്യുന്നുണ്ട് സ്വന്തം കൂട്ടുകാരിക്ക്. അപ്പൊ ഗംഗയ്ക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല, ഗംഗയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം. ബാക്കി മീൻ പെരട്ടാൻ പോണം. ആദ്യം നമ്മൾ പോകാൻ നെത്തോലി ഫ്രൈ. അതായത് ഞങ്ങൾ ഇവിടെ നെത്തോലി എന്ന് പറയും, ചിലടത്ത് കൊഴുവ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ കൊഴുവ? കൊഴുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. കൊഴുപ്പ്. ആദ്യം നെത്തോലി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ. ഈ ഔട്ട്ഫിറ്റിലൊക്കെ ഇത് വഴി നമുക്ക് പ്രിന്റ് കെട്ടാം ഗൈസ്. എന്റെ പുതിയ ടീഷർട്ടാണ് ചെമ്മരിയാടിന്റെ. അങ്ങനെ ഉണ്ട്, കാരണം ഇത് എപ്പോഴും ഇവിടെ കാണും. ബിക്കോസ് ഞാൻ എപ്പോഴും കുക്ക് ചെയ്യണോണ്ട് ഇതെപ്പോഴും കാണാം. എനിക്ക് ഇങ്ങനെ ദേഹത്തൊന്നും അവന് ഇഷ്ടമല്ല. നമ്മള് മറ്റേ എന്താ പറയുന്നത്, മറ്റേ ആ സാധനം അത് എപ്പോഴും ഇവിടെ കാണും. കാരണം ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാറുള്ളത് കൊണ്ട് ഈ സാധനം എപ്പോഴും ഇവിടെ കാണും. അതായത് പണ്ട് സ്ഥിരം കുക്ക് ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് വന്ന് പറയും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. ബാക്കി ഇതാ ഇന്ന് ഭയങ്കര കുക്കിംഗ് ആണ്. തൊലി മീന് എൻ്റെ അമ്മ തലനുള്ളി വാലുനുള്ളി കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ്, സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. ആദ്യത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വളരെ വിലമതിപ്പുള്ള പിങ്ക് സോൾട്ട് ആണ് ഗൈസ്. ഇത് തീരാറായി. കുറച്ച് ഉപ്പിടുള്ളൂ ഗൈസ്, കാരണം ഞാൻ ഉപ്പ് വാരിക്കോരി ഇടുന്നു എന്നാണ് ഇവിടെ ഉള്ളവരുടെ പരാതി. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ, കാരണം എനിക്കിനി പരാതികൾ കേൾക്കാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് എൻ്റെ മാത്രം സീക്രട്ട് റെസിപ്പിയാണ് ഇത്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല. കണ്ട സന്ധ്യക്ക് ഒരാൾക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കൂല. നെക്സ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നാരങ്ങ നീരില്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ അമ്മ നിങ്ങൾ ഒരിക്കലും നാരങ്ങ നീര് ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി, അത് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന നൊത്തോലി എങ്ങനെ ഫ്രൈ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ് എന്നുള്ളത്. എന്നിട്ട് ഇതിനകത്ത് സീക്രട്ട് റെസിപ്പി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സ്വന്തം നിലയിൽ സീക്രട്ടായിട്ട് ഒരു റെസിപ്പി വരെ കണ്ടുപിടിച്ച ആളാണ് പറയുന്നത് എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, എനിക്ക് ശീലമില്ല, രാവിലെ ഇരിക്കാൻ അറിയില്ല, ഇത് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല, പറ്റും നോക്കട്ടെ, ഞാൻ വേണമെങ്കിൽ സഹായിച്ചു കൊടുക്കാം, വേണം അത് ഇപ്പോഴൊന്നും അല്ല, പറ്റും നോക്കട്ടെ എന്ന് സംഭവം പറഞ്ഞത് എന്നുള്ളതാണ്. അടുത്ത ഇത് മാത്രം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ അയക്കാൻ വലിയ മടിയാണ് എന്നാണ് ഈ പറയുന്ന ഗംഗ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ രാവിലെ 5 മണിക്ക് കഴിച്ച് തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഗംഗയുടെ മറ്റൊരു വീഡിയോ കാണാം. പെണ്ണേ നാണിക്കല്ലേ, ഞാൻ പാടും. പിച്ചത്തിരി ഷേപ്പ് ഉണ്ട് കേട്ടോ മുട്ടയ്ക്ക്. നമ്മളെ ഇനി ഈ മുട്ടയിൽ ഇങ്ങനെ ഇളക്കാതെ കുറച്ചായിട്ട് ഈ കറി എന്റെ മണ്ടയിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നല്ല ആ കറിയുടെയും കൂടെ ടേസ്റ്റും പിന്നെ മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടെ അങ്ങ് സൂപ്പർ ആവും. ഇത് കുറച്ചു നേരം നിങ്ങൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് വച്ചേക്കണേ, അപ്പോഴേ എല്ലാം കൂടെ പിടിക്കുള്ളൂ കിടന്ന്. അപ്പോഴാണ് സൂപ്പർ. അപ്പൊ പറയണേട്ടാത്തൊന്നും ഞാൻ സ്ഥിരം മുട്ട കറി ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് ജോലി ചെയ്യുന്നു. നോ, കുനിഞ്ഞിട്ട് ഒരു കുപ്പ എടുക്കൂല. അമ്മ പറഞ്ഞ കണക്ക് ഞാൻ മറ്റേ എന്തരമ്മ ഒരു ഇല കിടന്ന് അത് തിരിച്ചിടാൻ പോലും ഞാൻ നിൽക്കൂല. എനിക്ക് വയ്യ, മടിയാണ് കേസ്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. ഓ വാവ്, ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ ഇവിടെ എന്നെ പറയണത്. 40 തൊട്ട് ആ പോള് എന്തെല്ലാം കാണിച്ചാലേ എന്നെയാണ് കേസ് ഇവിടെ ചെയ്ത. ഓക്കെ, ഇനി ഇതിപ്പം അടച്ച് നമുക്ക് വച്ചേക്കാം, കാരണം നെക്സ്റ്റ് നമുക്ക് ഇനി ബുർജി ഉണ്ടാക്കണം കേസ്. വേണം നെക്സ്റ്റ് നമുക്ക് ബുർജി ഉണ്ടാക്കണം എന്നുള്ളതാണ്. പനീർ ബുർജി ഉണ്ടാക്കാൻ പോവുകയാണ്. മനസ്സിലായോ? അതായത് മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സത്യം പറയുന്നുണ്ട്, എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഞാൻ കുനിഞ്ഞൊരു കുപ്പ എടുക്കത്തില്ല, ഒരു ഇല വന്നാൽ മറിച്ചിടാനും കൂടി വയ്യ, അത്രയ്ക്ക്. അതായത് മടിയാണ്. മനസ്സിലായോ? എനിക്ക് മടി, ഉണ്ടാക്കി തരാൻ അമ്മ അവിടെ ഉണ്ടാക്കി കിടക്കും, അമ്മ അതിൻ്റെ സഹായിക്കുന്നുണ്ട്. അത് നിനക്ക് വേറെ പണിയൊക്കെ ഉണ്ടല്ലോ, അതായത് വീഡിയോ ആണല്ലോ, മറ്റുള്ളവർ കേൾക്കുന്നു, നിനക്ക് അതിന് നീ ഉണ്ടാക്കില്ലെന്നോ, നിനക്ക് വേറെ പണിയുള്ളത് കൊണ്ട് നീ ഉണ്ടാക്കുന്നില്ല. ഉടനെ അവള് പറയാം നിങ്ങൾ അങ്ങനെ അല്ലല്ലോ, വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ അല്ലല്ലോ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ മുട്ടക്കറി സൂപ്പറായിട്ട് ഉണ്ടാക്കിയല്ലോ. ഇനി പനീർ ബുർജി സൂപ്പറായിട്ട് നമ്മുടെ ഗംഗ ദേവി ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി കാണാം. ഓക്കെ,
ബുർജി ഉണ്ടാക്കാൻ പോവാണേ, പനീർ ബുർജി. സോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നെക്സ്റ്റ് നമ്മൾ ജീരകമാണ് ഇടണത്. ചെറിയ ജീരകം, പെരിഞ്ജീരകമല്ല, ചെറിയ ജീരകം. പിന്നെ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുള്ളത് ഇട്ടാൽ മതി. ഇഷ്ടമല്ലേടാ? നമ്മൾ കൂടെ ജീരകവെള്ളത്തിന്റെ ആളാണ് ഗൈസ്. സോ കടുവില്ല, ഇപ്രാവശ്യം നമ്മൾ ജീരകം ഇട്ടാണ് ഇത് താളിക്കുന്നത്, അമൃത താളിച്ച പോലെ. കമാ ഗൈസ്, ഇനി നമ്മൾ ഇതിനകത്തോട്ട് കൊത്തി എരിഞ്ഞ നമ്മളെ സവാളയാണ് ഇടണത്. കണ്ട പനീർ ബുർജി എന്ത് സുഖമാണ്, എന്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കും. എല്ലാം അറിയാം ഗംഗയ്ക്ക്, എല്ലാം അറിയാം. മനസ്സിലായോ? ഗംഗയ്ക്ക് മടിയാണ്. ഗംഗ എന്തോ മറ്റവളായി എന്ന് വിചാരമാണ് എന്നുള്ളതാണ്. ആ ഇയാളിട, അങ്ങോട്ട് പേടിക്കണ്ട, ഇടാൻ പറ. എന്റെ കയ്യിലേ പൊള്ളാണത്. ഇതൊരു ദുഷ്ടനാടാ നീ, സ്നേഹം ഇല്ലാത്തവരാണ് കഴിച്ചത്. ഇന്ന് അങ്ങോട്ട് വെച്ചോ തന്നെ. അപ്പൊ ഓക്കെ, ഇതാണ് സംഭവം. അതായത് ഈ ഗംഗ പറയുന്നതെല്ലാം കള്ളമായിരുന്നു. ഗംഗയ്ക്ക് അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലം ഇതിനൊരു മെയിൻ ഘടകമാണ്. നമ്മൾ ഏത് രീതിയിലാണ് വളർന്നു വന്നത്. അപ്പോൾ ആ സമയത്ത് ആ സാഹചര്യത്തിൽ എല്ലാവരും കുക്ക് ചെയ്യാൻ പഠിക്കും. ആ സമയത്തൊക്കെ ഗംഗ ഈ പറയുന്ന നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ വന്ന ഒരു പച്ചക്കള്ളം വിളി. അതായത് അവിടെ ആ ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി ചോദിച്ചു. കാരണം ചേച്ചിക്ക് പണിയുണ്ട്. അവർ രാവിലെ കഴിച്ചവർക്ക് ജോലിക്ക് പോകണം. അതിന് മുമ്പ് ഇവരെല്ലാം എല്ലാവർക്കും കൂടി വെച്ച് വിളമ്പിയിട്ട് പോകണം. അപ്പോൾ അവർ ചോദിച്ചു, നീ ഉണ്ടാക്കില്ലെന്ന് ചോദിച്ചപ്പോൾ എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് അറിയത്തില്ല, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം എന്നുള്ളത്. ഞാൻ പറയുന്നത് നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തതും മറ്റൊരു സൈഡാണ്. എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയും നമ്മൾ, പക്ഷെ മറ്റൊരു വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കാൻ അറിഞ്ഞില്ലെങ്കിൽ കൂടി ഒന്ന് വെറുതെ എണീറ്റ് അവരെ കൂടെ നിൽക്കാമെന്നുള്ളത്. അവർക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുത്ത് അത് എടുത്ത് അത് വേറൊരു സ്റ്റൈൽ. നമുക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി അവരെ കൂട്ടത്ത് നിന്ന് സഹായിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഇന്നിപ്പം ഇവരിങ്ങനെ പോയി, കാരണം അവർക്ക് ജോലി തിരക്കുണ്ട്, അവർക്ക് ഈ പറയുന്ന എന്താണ് രാവിലെ ഉണ്ടാക്കണം, മറ്റുള്ളവരൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു ഫീൽ, അത് സ്വന്തം സഹോദരി ആയിക്കോട്ടെ, ആ ഒരു ഫീല് വരും. അത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ താങ്കൾക്ക് ഈ സ്വഭാവമൊക്കെ കാണിക്കുക, അവിടെ സ്വന്തമായിട്ട് താങ്കൾക്ക് വീട്, അവിടെ വെച്ച് താങ്കളും അവരുടെ ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കും, ഇതൊക്കെ കാണിക്കും. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ 1-2 ദിവസമായിരിക്കും നിൽക്കുന്നത്. അപ്പോഴെങ്കിലും ഒന്ന് നേരത്തെ എണീറ്റ് അവരെ കൂടെ നിന്ന്, അവരെ എണീക്കുമ്പോൾ എഴുതിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞെങ്കിലും അവരെ കൂടെ നിന്ന് ഒന്ന് സംസാരിക്കുകയെങ്കിലും അവരെ കൂടെ നിൽക്കുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഈ പുത്തനച്ച് പുരപ്പുറം തൂക്കും എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞത്. ഇപ്പം അങ്ങനെയല്ല. പുത്തനച്ച് പുരപ്പുറം പോയിട്ട് രാവിലെ എണീക്കണമെങ്കിൽ തന്നെ 12 മണിയാവും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികമല്ലേ എന്നുള്ളതാണ്. അഹങ്കാരം കുറച്ച് കൂടിപ്പോയില്ലേ എന്നുള്ളത് എനിക്കൊരു ഫീല് വരുന്നുണ്ട്. പണം ഇങ്ങനെ കയറി വരുമ്പോൾ പലതും മറന്നു പോകുന്നു. കള്ളങ്ങൾ ഇതിപ്പം പച്ച കള്ളമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പച്ച പരമാർത്ഥമായ കള്ളം. കാരണം മുമ്പ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഗംഗ മറന്നുപോയി. ഇതൊക്കെ പച്ച കള്ളം. ഗംഗയ്ക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഏതൊക്കെ പിന്നീട് കറികൾ ഉണ്ടാക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിയും. ഇതൊക്കെ വെച്ച് ശീലിച്ച് വളർന്നവൾ തന്നെയാണ് ഗംഗ. മനസ്സിലായി? വളർന്നവൾ തന്നെയാണ് ഗംഗ. അൽസമേഷൊന്നും പിടിപെട്ടില്ല. ഇപ്പൊ എന്താണ്, ഇപ്പം പണം കൊണ്ട് എനിക്ക് വേണ്ട. അവിടെ വീട്ടില് ഇവള് കുറച്ച് സമ്പാദിച്ചു തുടങ്ങിയപ്പോൾ അമ്മ ഇവളെ സൈഡിലാക്കിയിട്ട് അമ്മ സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇവളെ ആ ഒരു രീതിയിൽ ശീലിച്ചു പോയി. പക്ഷെ എന്താണ്, ഇവിടെ വന്ന് ഇങ്ങനെ പറയാമായിരുന്നു, എനിക്കറിയാം, പക്ഷെ എനിക്കിപ്പോൾ ഒരു മടി. ഞാൻ ഇങ്ങനെ അമ്മ അവിടെ അങ്ങനെ ഉണ്ടാക്കി തരുന്നുണ്ട്, ആ ശീലിക്കാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡിയാവും, വന്ന് അവരെ കൊടുത്ത് കഴിഞ്ഞാൽ കിടിലമായിട്ട് എന്നൊക്കെ. പക്ഷെ പച്ച കള്ളം വിളമ്പുമ്പോൾ അതിലൊരു നെഗറ്റിവിറ്റിയിലായിട്ടാണ് പോകുന്നത്. കാരണം താങ്കൾ ഇപ്പോൾ കല്യാണത്തിന് ശേഷം ഉണ്ടാക്കുന്ന റീലുകളെല്ലാം ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ദ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതായാലും ഇന്നലെ ആ ഭർത്താവുമായിട്ടുള്ള ആ ഒരു സംഭവമൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മസ്തേ കമൻറ്റ് ചെയ്ത് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.